ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ ഒരു മൺഡേ മോട്ടിവേഷൻ്റെ ദിവസം എത്തി നിൽക്കുകയാണ്. കുറേ നാളായി മൺഡേ മോട്ടിവേഷൻ ചെയ്തിട്ട്. പണ്ട് ഇടയ്ക്കൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നല്ലേ മൺഡേസ്. ഇടയ്ക്ക് കുറച്ച് ഞാനൊന്ന് ഉഴപ്പി, അതാണ് സത്യം. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ സമയമൊക്കെ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ സമയം കുറയും, ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഞാനിനി ആക്റ്റീവായി തുടങ്ങിയല്ലോ. എങ്കിലും മൺഡേ മോട്ടിവേഷൻ പറ്റുന്ന പോലെയൊക്കെ ചെയ്യാം. ഒരുപാട് വ്യൂസൊന്നും ഒരു പക്ഷേ ഉണ്ടാവില്ല, പക്ഷേ ഇതിനു വേണ്ടി മാത്രം നോക്കിയിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതെനിക്കറിയാം. അവരെല്ലാം എന്നോട് ചോദിച്ചു, ചേച്ചി എന്താ ചെയ്യാത്ത മൺഡേ മോട്ടിവേഷൻ എന്ന് ചോദിച്ചു. ഞാനൊരു വലിയൊരു മോട്ടിവേഷൻസ് പറയാനോ അല്ലെങ്കിൽ മോട്ടിവേഷണൽ സ്പീക്കറോ ഒന്നും അല്ല. എങ്കിലും എൻ്റെ ലൈഫിലുണ്ടായ എൻ്റെ എക്സ്പീരിയൻസസ്, എനിക്ക് ഇത്രയും വർഷത്തെ ജീവിതാനുഭവങ്ങളുണ്ടല്ലോ, അതിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങൾ, എൻ്റെ ജീവിതം നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു എക്സാമ്പിളായിട്ട് വെച്ചിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഞാൻ മറ്റുള്ളവരിൽ നിന്നും കണ്ടു മനസ്സിലാക്കിയത്, വായിച്ച് മനസ്സിലാക്കിയത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ഓപ്പൺ പ്ലാറ്റ്ഫോം. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കമൻറ്റ് ബോക്സിൽ വന്ന് ഇതേ വിഷയത്തിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായവും പറയാം. അപ്പോൾ എല്ലാവർക്കും വായിക്കാനും അത് ഷെയർ ചെയ്യാനും മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടുന്നൊരു കാര്യമായിരിക്കും. രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് എന്ന് പറയുമ്പോൾ, നമുക്ക് എനിക്കിപ്പോൾ ഒരു വയ്യായിക വന്നു, ഓക്കെ, അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ സംസാരിക്കുകയാണെന്നും വേണമെങ്കിൽ പറയാം. കാര്യം ഒരു മാസത്തോളം ഞാൻ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ എനിക്കത് അൺഎക്സ്പെക്റ്റഡ് ആണ്, അല്ലേ, ഒരിക്കലും പ്രതീക്ഷയില്ല. കാര്യം ഞാൻ എപ്പോഴും ആക്റ്റീവായിട്ട് ഓടി നടക്കുന്ന ആളാണ്. സെഡൻറ്ററി അല്ല എൻ്റെ ലൈഫ് സ്റ്റൈൽ. എന്നിട്ടും എനിക്ക് ഒരു മാസം ഇരിക്കേണ്ടി വന്നു. ഒരു കമ്പൽസറി ആയിട്ട് ഇരിക്കേണ്ടി വന്നതുപോലെയാണ്. അപ്പോൾ എല്ലാവർക്കും തോന്നും, എനിക്കും തോന്നിയിട്ടുണ്ട്, എനിക്കൊന്നും വരില്ല. നമ്മളെല്ലാവരും അങ്ങനെ വിചാരിക്കും. മറ്റുള്ളവരുടെ കാര്യം കാണുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കും, ചർച്ച ചെയ്യും. പക്ഷേ നമുക്കൊന്നും വരുന്നതായിട്ട് നമുക്ക് തോന്നുകയില്ല. നമ്മൾ മച്ച് അബവ് ഓൾ ദിസ് എന്നൊരു ഫീലിങ്ങിലാണ് നടക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. എനി ടൈം എന്ത് കാര്യവും എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ സെൽഫ് കെയർ വളരെ കാര്യമായിട്ട് നോക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ബോഡിക്ക് അത്യാവശ്യം വേണ്ട റെസ്റ്റ് വേണമായിരുന്നു. അപ്പോൾ എന്തെങ്കിലും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് കമ്പൽസറി റെസ്റ്റ് കിട്ടിയല്ലോ. പക്ഷേ ഒരു സെറ്റ് ബാക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും തകർന്നു പോകണം, വിഷമിക്കണം ഒക്കെ വേണം. പക്ഷേ അതിനപ്പുറത്തേക്ക് അതിനെ പോസിറ്റീവായിട്ട് കാണുക. നമുക്കിത് ദൈവം തന്നൊരു അവസരമായിട്ട് വിചാരിക്കുക, കുറേ കാര്യങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ആ രീതിയിൽ ഞാനത് പോസിറ്റീവായിട്ട് എടുത്തിട്ട് വേറെ ചില കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തു. എൻ്റെ ഹെൽത്തിനെ ഫോക്കസ് ചെയ്തു, ഭക്ഷണ കാര്യത്തിൽ ഫോക്കസ് ചെയ്തു, പിന്നെ വായിക്കുക. കുറേ നാളായി പുസ്തകം തുറന്നു നോക്കിയിട്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിനൊക്കെ സമയം കിട്ടി. കുറേ TV കാണുക, നമ്മുടെ ചെറുമോളുമായിട്ട് കുറേ നേരം ദിവസങ്ങൾ, എല്ലാ ദിവസവും ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു മാസവും മോളോടൊപ്പം സമയം ചിലവഴിക്കാൻ സാധിക്കുന്നു. ഇതൊക്കെ തന്നെയല്ലേ എൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യം. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും കമൻസും നിങ്ങളുടെയൊക്കെ സ്നേഹവും ഒക്കെ തൊട്ടറിഞ്ഞ ഈ ആഴ്ചകളാണിതെല്ലാം. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ പോസിറ്റീവ് കാര്യങ്ങളിലേക്കാണ് കടന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കരഞ്ഞ് വിഷമിച്ച് അയ്യോ എനിക്കെന്തിങ്ങനെ വന്നു എന്നൊക്കെ ആലോചിച്ചിരിക്കാം. അങ്ങനെ ഒന്നും ചെയ്യരുത്. എന്ത് കാര്യം വന്നാലും നമ്മളത് നേരിടാനായിട്ട് മനസ്സിനെ സജ്ജമാക്കിയാൽ മതി. അപ്പോൾ ഡൈവേർട്ട് ചെയ്ത് വിടുക. അപ്പോൾ നമുക്ക് തോന്നും, ഓക്കെ, ഇതൊരു ചെറിയ കാര്യമല്ല, ഇതിനെക്കാട്ടി എത്രയോ വലിയ വലിയ കാര്യങ്ങൾ ഓരോരുത്തർക്ക് സംഭവിക്കുന്നു. ശരിയാണ്, ഇതിലും വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരുപാട് കാരണങ്ങൾ, അതായത് മരണത്തിന് അറ്റത്തുവരെത്തുന്ന ഒരുപാട് അസുഖങ്ങൾ, രക്ഷപ്പെടാത്ത, പരിഹാരമില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ, മരണം വരെ സംഭവിക്കുന്ന അല്ലെങ്കിൽ മരണത്തിലൂടെ ഉണ്ടാകുന്ന ലോസസ്, ഇത്തരം കാര്യങ്ങൾ, ഒരുപാട് സങ്കടങ്ങളിലൂടെ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഡിസീസസ് വന്നും പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊന്നും ഒന്നുമല്ല. അപ്പോൾ നമുക്കൊരു അസുഖം വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, നമ്മളെക്കാട്ടിലും ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ, ഇതിനെക്കാട്ടിലും അനുഭവിക്കുന്ന ആൾക്കാരില്ല, അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുക. അപ്പോൾ നമുക്കൊരു സമാധാനം കുറേയൊക്കെ കിട്ടും. പിന്നെ വേറൊരു സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. നമുക്ക് ഓരോരുത്തർക്കും എത്രയും വലിയ പ്രശ്നം, മറ്റുള്ളവരുടെ വലിയ പ്രശ്നങ്ങളെക്കാട്ടിലും നമുക്ക് നമ്മുടെ ചെറിയ പ്രശ്നങ്ങളിലേക്കായിരിക്കും നമ്മുടെ ഫോക്കസ് വരുന്നത്. നമുക്ക് തോന്നും നമ്മുടെ പ്രശ്നമാണ് നമ്മുടെ ആഗോള പ്രശ്നം എന്ന് തോന്നും. ഇതോ നമ്മുടെ വലിയൊരു പ്രശ്നമായിട്ട് തോന്നും. മറ്റുള്ളവരുടെ പ്രശ്നത്തിലേക്ക് നമ്മൾ നോക്കില്ല. അവരുടെ പ്രശ്നം അവർക്ക്, നമ്മുടെ പ്രശ്നം നമുക്ക്, അങ്ങനെ ഒരു തോന്നലുണ്ട്. അങ്ങനെയല്ല വേണ്ടത്. നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ ഇതിനെക്കാട്ടിലും വലിയ പ്രശ്നമുള്ളവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രശ്നം വളരെ ചുരുങ്ങി ഒന്നുമല്ലാത്തൊരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം നമുക്ക് എന്ത് വിഷയം വന്നാലും ചുറ്റുമൊന്ന് കണ്ണോടിക്കുക. മറ്റുള്ളവർക്ക് ഇതിനേക്കാട്ടിലും ദുഃഖം അനുഭവിക്കുന്ന, വിഷമങ്ങൾ അനുഭവിക്കുന്ന, ഇപ്പം ഞാൻ ഒരു മാസം വെറുതെ ഇരുന്നു, ഒരു 6 മാസം ഒന്നും ചെയ്യാതെ ഇരിക്കേണ്ടി വരുന്നൊരു സാഹചര്യവും വരുന്ന ആൾക്കാരില്ലേ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ വിഷമത്തോടു കൂടി ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഡിസീസസും സാഹചര്യങ്ങളും എല്ലാം സഹായിക്കാൻ ആൾക്കാരില്ലാതെയും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ചികിത്സിക്കാൻ പണമില്ലാതെയും ജീവിത സാഹചര്യങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ. അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒന്നുമേ അല്ല, നമ്മുടെ പ്രശ്നം വളരെ ചെറുതാണെന്ന് മനസ്സിലാവും. അപ്പോൾ അതാണ് ഏറ്റവും ആദ്യം ഫോക്കസ് ചെയ്യേണ്ട കാര്യം. എന്ത് പ്രശ്നം വന്നാലും നമ്മളിലേക്ക് തന്നെ ചുരുങ്ങാണ്ട് നമ്മൾ കുറച്ചുകൂടെ ബ്രോഡറായിട്ട്, കുറച്ചുകൂടെ വിശാലമായിട്ട് ചിന്തിക്കുക. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പരതുക. ഓക്കെ, അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുക. ഒരു മിനിറ്റെങ്കിലും, ഒരു ദിവസം ഒരു 5 മിനിറ്റ് അതിന് വേണ്ടി മാറ്റി വയ്ക്കുക. അപ്പോൾ തന്നെ നമ്മുടെ വിഷമങ്ങൾ കുറഞ്ഞ് വരും.
അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത്, നമുക്ക് ചുറ്റും ഒരുപാട് വിഷയങ്ങൾ, അതായത് നമുക്ക് തോന്നും നമ്മൾ പുറമേ കാണുമ്പോൾ പ്രശ്നക്കാരായിട്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ളവരായിട്ട് നമുക്ക് പലരെയും തിരിച്ചറിയാൻ പറ്റില്ല. നമ്മളോടൊപ്പം ഇന്ന് വർത്തമാനം പറഞ്ഞ് ചിരിച്ച് കളിച്ച് പോയ ഒരാൾ പിറ്റേ ദിവസം ആത്മഹത്യ ചെയ്തു എന്ന് ഒരു വാർത്ത കേൾക്കും. അപ്പോൾ നമ്മൾ അയ്യോ ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, നമ്മളോട് എന്ത് ഹാപ്പിയായിട്ടാണ് സംസാരിച്ചിരുന്നു പോയത്, അവർക്ക് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായിരുന്നോ, മെൻ്റലി അവർക്ക് വിഷമം ഉണ്ടായിരുന്നോ എന്നൊക്കെ തോന്നും. അത് നമുക്ക് പോലും അറിയാൻ പറ്റില്ല. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഒപ്പം നടക്കുന്നവരും നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരും നമ്മുടെ അടുത്ത സുഹൃത്ത് വലയത്തിലുള്ളവരും നമ്മുടെ ബന്ധുജനങ്ങളുടെ ഇടയിലും ഒരുപാട് മെൻ്റൽ ട്രോമാസ് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് അറിയാൻ പറ്റില്ല, തിരിച്ചറിയാനേ പറ്റില്ല. അവർ പറയണമെന്നുമില്ല, നമുക്കത് തിരിച്ചറിയാനും പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു മെൻ്റൽ ഹെൽത്താണ് അത് റീഗെയിൻ ചെയ്യാനായിട്ട്, ആ മെൻ്റൽ ഹെൽത്ത് റീഗെയിൻ ചെയ്യാനായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ അതവർ പറയില്ല. പറഞ്ഞാലല്ലേ നമുക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. എപ്പോഴും നമ്മളൊരു കമ്പാഷനോട് കൂടി നമുക്ക് ചുറ്റുമുള്ളവരെയും എന്തെങ്കിലും ഒരു ചെറിയ സൂചനയെങ്കിലും എവിടെയെങ്കിലും കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. അവർക്ക് സപ്പോർട്ട് കൊടുക്കുകയും വേണം. കാര്യം നമുക്ക് ഫിസിക്കലായിട്ട് നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഹോസ്പിറ്റലിൽ പോകും, ട്രീറ്റ് ചെയ്യും. ശരീരത്തിന് എന്ത് മുറിവുണ്ടായാലും ശരീരത്തിൻ്റെ അകത്തോ നമ്മുടെ ഏതെങ്കിലുമൊക്കെ അവയവങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ എന്ത് അസുഖം പനി വന്നാൽ പോലും നമ്മൾ ചികിത്സിക്കും. നമ്മുടെ കൂടെയുള്ള ബന്ധുജനങ്ങളും നമ്മളെ അതിന് സപ്പോർട്ട് ചെയ്യും. അതേസമയം നമ്മുടെ മനസ്സിന് അസുഖം വന്നാൽ ആര് സപ്പോർട്ട് ചെയ്യും, ആര് ചികിത്സിക്കും? നമ്മൾ പോലും നമ്മൾ ആ അസുഖത്തിനെ ശ്രദ്ധിക്കാതെ പോകും. നമുക്ക് തോന്നും അയ്യോ മാനസിക രോഗത്തിനെ കുറിച്ചല്ല ഞാൻ കേട്ടോ പറയുന്നത്. മാനസിക രോഗം എന്നല്ല പറഞ്ഞാൽ, മനസ്സിനൊരു അസുഖം എന്ന് പറഞ്ഞാൽ ഒരുപാട് ട്രോമകളുണ്ടല്ലോ. മനസ്സിന് അസുഖം എന്ന് പറയുമ്പോൾ മനസ്സിന് സുഖമില്ലാതെ ഒരു ഹാപ്പിനെസ് ഇല്ലാതെ വിഷമം വരുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ മനസ്സങ്ങ് മടുക്കുന്ന ഒരു ചില സാഹചര്യങ്ങൾ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് തോന്നും അതൊരു അസുഖമൊന്നുമല്ല, നമ്മളത് ശ്രദ്ധിക്കുകയുമില്ല. പക്ഷെ ആ ശ്രദ്ധക്കുറവാണ് ഡിപ്രഷനിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ തന്നെ നമ്മുടെ ആ ഒരു മാനസികാവസ്ഥ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മളതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഫിസിക്കലായിട്ടുള്ള ഇഷ്യൂസ് മാത്രമല്ല, മെൻ്റലായിട്ടുള്ള ഇഷ്യൂസ് വന്നാലും അതൊരു അസുഖമായിട്ട് അതൊരു വിഷമം തന്നെയായിരിക്കും. ഒരു ഹാപ്പിനെസ് നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് അല്ലേ? നമ്മൾ സന്തോഷത്തോടു കൂടിയല്ലേ ജീവിക്കേണ്ടത്, അല്ലെ? നമ്മൾ സങ്കടത്തിലും വിഷമത്തിലും അല്ലല്ലോ ജീവിക്കുന്നത്. അപ്പം നമുക്ക് അത്രയും സന്തോഷിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ട് നമ്മൾ ദുഃഖിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഹാപ്പിയല്ല, അത് നമ്മുടെ ഒരു ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നൊരവസ്ഥ, ജീവിതം മടുത്തു എന്ന് തോന്നുന്നൊരവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് മെൻ്റലി ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്, മാനസികമായിട്ട് നമുക്കൊരു അസുഖമുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിന് വേണ്ട സഹായം എവിടെയാണോ കിട്ടുന്നത് അവിടെ പോവുക. കൗൺസിലിംഗ്, നല്ല കൗൺസിലിംഗ് നടത്തുന്ന ആൾക്കാരെ പോയി കണ്ടെത്തുക. സൈക്കാട്രിസ്റ്റിനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സൈക്കോളജിസ്റ്റുകളുണ്ട്, കൗൺസിൽ ചെയ്യാൻ പറ്റിയ ആൾക്കാർ. നമുക്കൊന്ന് തുറന്ന് സംസാരിക്കാൻ, നല്ല ഉപദേശങ്ങൾ കേൾക്കാൻ. ഒരു പക്ഷേ അടുത്ത ബന്ധുക്കളോട് പോലും നമ്മുടെ ആ വിഷമങ്ങൾ പറയാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഓപ്പണായിട്ട് ധൈര്യപൂർവ്വം പറയാൻ പറ്റുന്ന ആൾക്കാരാണ് ഈ കൗൺസിൽ ചെയ്യുന്ന ആൾക്കാർ. അത് പഠിച്ചിട്ടുള്ള പ്രൊഫഷണൽസാണ്. അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിട്ട് അറിയാമായിരിക്കും. അത്തരക്കാരുമായിട്ട് ബന്ധപ്പെടുക. നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം നമ്മൾ തന്നെയാണ് സൂക്ഷിക്കേണ്ടത്. അത് ചിലപ്പോൾ വേറൊരാൾക്കും അത് കണ്ടെത്താനും സാധിക്കില്ല, സഹായിക്കാനും പറ്റിയിരുന്നിരിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും സൂചന ഉണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ആർക്കെങ്കിലും പ്രശ്നമുണ്ട്, ഇല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് സ്വയം തിരിച്ചറിയാലോ. അപ്പോൾ നമ്മൾ തന്നെ അതിനുള്ളൊരു പരിഹാരവും കണ്ടെത്തണം. പനിക്ക് ചികിത്സിക്കുന്ന പോലെ തന്നെയാണ് മനസ്സിനൊരു അസുഖം വന്നാലും തീർച്ചയായിട്ടും ചികിത്സ അർഹിക്കുന്നൊരു കാര്യമാണ്. നമ്മൾ പഴയ പോലെ നോർമലാകാനായിട്ട് നമ്മൾ അതിന് വേണ്ട സപ്പോർട്ട് സിസ്റ്റം അന്വേഷിച്ച് പോകണം. അല്ലാണ്ട് ആ മനസ്സിലെ വിഷമം ഇങ്ങനെ കൊണ്ടു നടന്ന് ഡിപ്രഷൻ്റെ അപ്പുറത്തേക്കൊരു സ്റ്റേജിലൊക്കെ പോകുന്നവരെ വെയിറ്റ് ചെയ്യരുത്. അതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന കാര്യം. അപ്പോൾ അതൊരു ചീത്തക്കാര്യമായിട്ട് വിചാരിക്കുകയോ വേണ്ട. അങ്ങനെ ഒരു കൗൺസിലിങ്ങിന് പോയി അതൊരു ചീത്തപ്പേരാണ് അല്ലെങ്കിൽ മോശമാണ്, ഞാനൊരു മാനസിക രോഗിയായോ, അങ്ങനെയല്ല. മാനസിക രോഗി എന്നുള്ള ഇറ്റ്സ് ജസ്റ്റ് എ ടെമ്പററി ഫേസ്. ലൈഫിൽ പല ഫേസസിലൂടെ നമ്മൾ കടന്നു പോകണം. ആ ഒരു ടെമ്പററി ഫേസിലാണ് നമ്മൾ. പണ്ടത്തെ കാലത്തൊന്നും നമുക്കൊരു പക്ഷേ ഇതുപോലെയുള്ള സഹായങ്ങളൊന്നും പറഞ്ഞു തരാനും ചെയ്തു തരാനും ആരും ഉണ്ടായിരിക്കില്ല. ഒരു കൗൺസിലിങ്ങിന് പോകാനൊന്നും പറ്റില്ല. പക്ഷേ പണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഒരാളല്ലെങ്കിൽ വേറൊരാളോട് സംസാരിച്ച് കുറേയൊക്കെ മാനസികമായിട്ടൊരു സപ്പോർട്ട് സിസ്റ്റം കിട്ടുമായിരുന്നു. ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലി ആയതുകൊണ്ട് തന്നെ പല വീടുകളിലും ഇത് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ധാരാളമുണ്ട്. ഇതെൻ്റെ ഒരു ഓപ്പണായിട്ടുള്ളൊരു തോട്ടാണ്. നമുക്ക് ആർക്കാണെങ്കിലും, ഇപ്പോൾ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ആരാണെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ട് എന്ന് തോന്നിയാൽ, നമ്മുടെ കയ്യിൽ നിൽക്കാത്ത അത്രയും ഒരു ഹാപ്പിനെസ് ഇല്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു, എങ്കിൽ രാത്രി കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, പല ചിന്തകളാണ്, മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരുപാട് ചിന്തകൾ വന്ന് കൂടുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് നോട്ടീസ് ചെയ്യണം. ഇറ്റ് ഈസ് എ വെരി സീരിയസ് ഇഷ്യൂ. അത് അഡ്രസ്സ് ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. മാത്രമല്ല, ഇത്തരം ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഏതെങ്കിലുമൊക്കെ കൗൺസിലിങ്ങിന് പോയിട്ടുണ്ടാകാം, കൗൺസിൽ ചെയ്യുന്ന ആൾക്കാരായിട്ട് പ്രൊഫഷണലായിട്ടുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകാം. അങ്ങനെയുള്ള ആൾക്കാരുടെ ആരുടെയെങ്കിലും പേരോ
അഡ്രസ്സോ ഫോൺ നമ്പേഴ്സോ അത് നിങ്ങൾ നല്ലതാണ് എന്ന് നിങ്ങൾക്ക് അനുഭവം കൊണ്ട് അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളും പോസ്റ്റ് ചെയ്യുക. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് വായിക്കുന്നവർക്കും ഇത് കാണുന്നവർക്കും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകട്ടെ. അപ്പോൾ അവർക്ക് കമൻറ്റ് ബോക്സിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട്, ഒരു കൗൺസിലറിനെ കാണണം, ഒരു സൈക്കോളജിസ്റ്റിനെ കാണണം, സംസാരിക്കണം, ഈ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ആരാണ് എന്താണെന്ന് അറിയാണ്ട് പരതേണ്ട ആവശ്യമില്ല. നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ അനുഭവസ്ഥർ വന്ന് പറയുക, നിങ്ങൾ റെക്കമെൻഡഡ് ആയിട്ടുള്ള നല്ല എക്സ്പേർട്സിനെ, പ്രൊഫഷണൽ ആയിട്ടുള്ളവരുടെ പേരും ഫോൺ നമ്പറോ അല്ലെങ്കിൽ അഡ്രസ്സോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അത് പ്രയോജനപ്പെടും. അല്ലാതെ അന്വേഷിച്ച് നടക്കാൻ പലർക്കും മടിയായിരിക്കും. അന്വേഷിച്ചാൽ ഒരു പക്ഷേ കണ്ടെത്തണമെന്നില്ല. കറക്റ്റ് ഹാൻഡ്സിൽ എത്തുകയും വേണം. റോങ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് എത്തിയാൽ അത് കൂടുതൽ വഷളാവും. അപ്പോൾ പ്രോപ്പറായിട്ട് നന്നായിട്ട് കൗൺസിൽ ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ നിങ്ങൾക്കറിയുന്ന അറിവ് ഇതിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാകും. അപ്പോൾ അതാണ് ഇന്നത്തെ ഈ മോട്ടിവേഷൻ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ പറയാനാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും നല്ലത് വരട്ടെ. കാരണം എപ്പോഴും എല്ലാവരും ഒരുപോലെ ഇരിക്കില്ലല്ലോ. നമുക്ക് ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വരും. അതുകൊണ്ട് ഇതൊന്നും ഒരു വലിയൊരു എന്താ പറയുക, ഒരു ഫൈനലായി ഇത് ഇനി ജീവിതത്തിലൊന്നും ഇല്ല എന്ന് വിചാരിക്കരുത്. ജീവിതം ഇങ്ങനെയാണ്, നല്ലതും വരും ചീത്തയും വരും. രണ്ടും ഫേസ് ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം. പക്ഷെ അത് കടന്നു കിട്ടുക എന്നുള്ളത്, ആ ക്രൈസിസ് പീരീഡ് ഫേസ് ചെയ്യുന്നതും കടന്നു കിട്ടുന്നതും അത് എങ്ങനെ നേരിടുന്നു എന്നുള്ളതും ഓരോ വ്യക്തിയെ ആശ്രയിച്ചിരിക്കും. എല്ലാവർക്കും വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെൻ്റൽ കപ്പാസിറ്റി ഉണ്ടാവണമെന്നില്ല. പലരും ബ്രേക്ക് ഡൗൺ ആവും. അപ്പോൾ എല്ലാവരെയും നമ്മൾ ഒരുപോലെ കാണാൻ പാടില്ല. പല ആൾക്കാർക്കും പല ലെവൽ ഓഫ് സഹനശക്തിയാണ്. അപ്പോൾ അതും കൂടി മനസ്സിലാക്കിയിട്ട് ആരെയും കളിയാക്കേണ്ട ആവശ്യമില്ല. ദിസ് ജസ്റ്റ് എ കോമൺ തിങ്. ഒരുപാട് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരുടെ ഇടയിലും ഇതുപോലെ മാനസികമായിട്ട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, കൗൺസിലിംഗ് ആവശ്യമുള്ളവരുണ്ട്, അങ്ങനത്തെ സഹായങ്ങൾ ആവശ്യമുള്ളവരുണ്ട്. അപ്പോൾ പ്രൊഫഷണൽ ഹെൽപ്പ് തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. അതിന് വേണ്ട സഹായം അറിയുന്നവർ അങ്ങനത്തെ ആൾക്കാരുടെ ഡീറ്റെയിൽസും കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. കമൻറ്റ് ബോക്സിലേക്ക് വരിക, നമ്മുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ ചർച്ച ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.